Welcome to a video explaining the textual questions and answers based on the 10th Standard English textual lesson, The Scholarship Jacket. 10th class English പാഠപുസ്തകത്തിലെ The Scholarship Jacket എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട textual questions and answers വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Question 1. What was the tradition followed in the small Texas school? ടെക്സാസിലെ ആ കൊച്ചു സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷൻ, ആചാരം എന്തായിരുന്നു? ആൻസർ: The tradition was that every year during the 8th grade graduation, a beautiful golden green jacket would be awarded to the class valedictorian, the student who had maintained the highest grades for 8 years. ആ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷൻ, ആചാരം, ഓരോ വർഷവും 8th ഗ്രേഡ് ഗ്രാജുവേഷൻ 8ാം തരം പൂർത്തീകരിക്കുമ്പോൾ ക്ലാസ്സിലെ വാലഡിക്ടോറിയൻ സ്റ്റുഡൻറ്റ് 8 വർഷക്കാലവും ഉയർന്ന ഗ്രേഡ് നിലനിർത്തി പോകുന്ന വിദ്യാർത്ഥിക്ക് എ ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഗ്രീൻ ജാക്കറ്റ്, വളരെ മനോഹരമായ ഗോൾഡൻ ഗ്രീൻ ജാക്കറ്റ് ഒരു അവാർഡായിട്ട് നൽകുന്ന ഒരു ചടങ്ങ്, ഒരു ട്രഡീഷൻ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. Question 2. What do you think the letter S on the jacket represent? ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ മുകളിൽ ഉണ്ടായിരുന്ന എസ് എന്നുള്ള അക്ഷരം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ: The letter S on the jacket represents scholar. സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ മുകളിൽ പതിച്ചിരുന്ന എസ് എന്നുള്ള അക്ഷരം സ്കോളർ എന്നതിനെ പ്രതിനിധീകരിക്കുന്നു. Question 3. This one, the scholarship jacket was our only chance. Why does Martha say so? മാർത്ത പറയുന്നുണ്ട്, ഈ ഒരെണ്ണം, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമായിരുന്നു ഞങ്ങളുടെ ഏക പ്രതീക്ഷ അല്ലെങ്കിൽ ഏക അവസരം ഒരു ജാക്കറ്റ് ലഭിക്കുന്നതിനുള്ള. എന്തുകൊണ്ടാണ് മാർത്ത അങ്ങനെ പറയുന്നത്? ആൻസർ: മാർത്താസ് ഫാമിലി വാസ് വെരി പുവർ. മാർത്തയുടെ കുടുംബം വളരെ പാവപ്പെട്ടതായിരുന്നു. സോ ഷീ കുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ. അതുകൊണ്ട് തന്നെ സ്കൂളിലെ സ്പോർട്സ് പ്രോഗ്രാമുകളിലൊന്നും അവൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഷീ കുഡ് നോട്ട് അഫോർഡ് ടു പേ ദ രജിസ്ട്രേഷൻ ഫീസ് ആൻഡ് ദ യൂണിഫോം കോസ്റ്റ്സ്. സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഫീസും അതോടൊപ്പം തന്നെ സ്പോർട്സ് യൂണിഫോമുകളുമൊക്കെ വാങ്ങാൻ, പണം മുടക്കാൻ അവർക്കുണ്ടായിരുന്നില്ല. വിന്നിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് ഹെർ ഓൺലി ചാൻസ് ടു ഹാവ് എ ജാക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ജാക്കറ്റ് ലഭിക്കാനുള്ള ഏക അവസരം ഈ സ്കോളർഷിപ്പ് നേടുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മാർത്ത അങ്ങനെ പറയുന്നത്. Question 4. How does Martha describe herself? മാർത്ത സ്വയം വിശദീകരിക്കുന്നത്, മാർത്തയെക്കുറിച്ച് തന്നെ വിശദീകരിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആൻസർ: മാർത്ത വാസ് പെൻസിൽ തിൻ വിത്ത് നോ കേർവ് എനിവർ. മാർത്ത ഒരു പെൻസിൽ പോലെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവളായിരുന്നു. വിത്ത് നോ കേർവ് എനിവർ, ശരീരത്തിൽ എവിടെയും ഒരു കേർവ്, ഒരു ശരീര ഷെയ്പ്പ്, ഒരു ബോഡി ഷെയ്പ്പ് ഉണ്ടായിരുന്നില്ല. ഹെർ ഫ്രണ്ട്സ് കോൾഡ് ഹെർ ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരികളൊക്കെ അവളെ വിളിച്ചിരുന്നത് ബീൻ പോൾ എന്നോ സ്ട്രിങ് ബീൻ എന്നോ ഒക്കെയായിരുന്നു. ഇതായിരുന്നു മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്ന മാർത്തയുടെ നിക് നെയിംസ്, അവളുടെ കളിപ്പേരുകൾ. ആൻഡ് ഷീ ന്യൂ ദാറ്റ് വാസ് വാട്ട് ഷീ ലുക്ക്ഡ് ലൈക്ക്. അവൾക്കറിയാമായിരുന്നു, കൂട്ടുകാരികൾ കളിയാക്കി വിളിക്കുന്നത് പോലെ തന്നെയായിരുന്നു തന്നെ കണ്ടാൽ എന്നും. ബീൻ പോൾ പോലെയും സ്ട്രിങ് ബീൻ പോലെയുമൊക്കെയായിരുന്നു തൻ്റെ ശരീരം എന്ന് അവൾക്ക് അറിയുമായിരുന്നു. Question 5. What were Martha's teachers arguing about? മാർത്തയുടെ അധ്യാപകർ എന്ത് കാര്യത്തെക്കുറിച്ചായിരുന്നു തർക്കിച്ചിരുന്നത്? ആൻസർ: They were arguing about falsifying the scholarship records. സ്കോളർഷിപ്പ് റെക്കോർഡ് ഫാൾസിഫൈ, അത് തിരുത്തുന്നതിനെ കുറിച്ചായിരുന്നു അവർ തർക്കിച്ചിരുന്നത്. Mr. Booney wanted to falsify the records and support Joanne to get her the award.
മിസ്റ്റർ ബൂനി എന്ന അധ്യാപകൻ റെക്കോർഡ് തിരുത്തി ജോആൻ എന്നുള്ള കുട്ടിക്ക് അവാർഡ് ലഭിക്കണമെന്ന് സപ്പോർട്ട് ചെയ്തു, അതിനുവേണ്ടി വാദിച്ചു. ബട്ട് മിസ്റ്റർ സ്മിത്സ് ആർഗ്യൂഡ് ഫോർ ട്രൂത്ത്സ് ആൻഡ് ആംഗ്രിലി ഒപ്പോസ്ഡ് മിസ്റ്റർ ബൂനി. എന്നാൽ മിസ്റ്റർ സ്മിത്സ് എന്ന അധ്യാപകൻ സത്യത്തിനു വേണ്ടി വാദിച്ചു. അദ്ദേഹം മിസ്റ്റർ ബൂനിയുടെ അഭിപ്രായത്തെ വളരെ ദേഷ്യത്തോടുകൂടി ഒപ്പോസ് ചെയ്തു, എതിർത്തു. Question 6. Why was Mr. Booney arguing in Joanne's favor? എന്തുകൊണ്ടായിരുന്നു മിസ്റ്റർ ബൂനി ജോആൻ എന്ന കുട്ടിക്ക് വേണ്ടി അനുകൂലമായി വാദിച്ചത്? ആൻസർ: ജോആൻ വാസ് ആൻ അമേരിക്കൻ ഗേൾ. ജോആൻ ഒരു അമേരിക്കക്കാരിയായ പെൺകുട്ടിയായിരുന്നു. ആൻഡ് ഡോട്ടർ ഓഫ് ദ സ്കൂൾ ബോർഡ് മെമ്പർ. മാത്രമല്ല, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗത്തിന്റെ മകൾ കൂടിയായിരുന്നു ജോആൻ. Her father was rich and owned the only store in town. ടെക്സാസ് പട്ടണത്തിലെ ഏക സ്റ്റോറിന്റെ ഉടമയും സമ്പന്നനായ ഒരു വ്യക്തി കൂടിയായിരുന്നു ജോആൻ എന്ന കുട്ടിയുടെ അച്ഛൻ. Above all, Martha was a poor Mexican American girl. ഇതിനൊക്കെ ഉപരിയായി മാർത്ത എന്നുള്ള യഥാർത്ഥ വിന്നർ, അവൾ വിവേചനം നേരിടുന്ന മെക്സിക്കൻ അമേരിക്കൻ വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടായിരുന്നു മിസ്റ്റർ ബൂനി ജോആൻ എന്ന അമേരിക്കൻ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തത്. Question 7. It seemed a cruel coincidence. Why did Martha say so? എന്തുകൊണ്ടാണ് മാർത്ത ഇങ്ങനെ പറഞ്ഞത്? അതൊരു വളരെ ക്രൂരമായ ആകസ്മിക സംഭവമായി പോയി. കോയിൻസിഡൻസ് മീൻസ് two incidents happening together. Two things happening together. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുക. വളരെ ക്രൂരമായ ഒരു കോയിൻസിഡൻസ് ആയിപ്പോയി അത് എന്ന് മാർത്ത എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആൻസർ: When her teachers were arguing, she reached there to take her PE shots and happened to overhear their argument. മാർത്തയുടെ അധ്യാപകർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ തൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഷോട്ട്സ് എടുക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്ത് എത്തി. അങ്ങനെ അധ്യാപകരുടെ ആ ആർഗ്യുമെന്റ്, തർക്കം അവൾ ഓവർഹിയർ ചെയ്യാൻ ഇടയായി, അവൾ കേൾക്കാൻ ഇടയായിപ്പോയി. അപ്പോൾ അധ്യാപകർ തർക്കിക്കുന്നതും മാർത്ത ആ സ്ഥലത്ത് എത്തിച്ചേർന്നതുമായിരുന്നു ആ കോയിൻസിഡൻസ്. She was in a thrilling expectation of receiving the scholarship jacket that year. ആ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് തനിക്ക് കിട്ടുമെന്നുള്ള വളരെ ആവേശമുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു, ഒരു ത്രില്ലിംഗ് എക്സ്പെക്ടേഷനിലായിരുന്നു മാർത്ത. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു സംഭാഷണം അവൾ കേൾക്കുന്നതും. ബട്ട് ദ ടീച്ചേഴ്സ് ആർഗ്യുമെന്റ് ഡിസപ്പോയിന്റഡ് ഹെർ. തന്നെക്കുറിച്ച് അധ്യാപകർ തർക്കിക്കുന്നത് കേട്ടപ്പോൾ അവൾക്കത് വല്ലാത്ത വേദനയും നിരാശയും ഉണ്ടാക്കി. ഇതാണ് ആ കോയിൻസിഡൻസ്, ക്രൂവൽ കോയിൻസിഡൻസ് ആയിപ്പോയി എന്ന് അവൾക്ക് തോന്നിയത്. Question 8. Why was the principal uncomfortable and unhappy? എന്തുകൊണ്ടായിരുന്നു പ്രിൻസിപ്പൽ വളരെ അൺഹാപ്പിയും അൺകംഫർട്ടബിളും അസ്വസ്ഥനുമായി കാണപ്പെട്ടത്? ആൻസർ: The principal was unhappy and uncomfortable because he knew he was going to talk about something unfair. പ്രിൻസിപ്പൽക്ക് അറിയാമായിരുന്നു താൻ സംസാരിക്കാൻ പോകുന്നത് അൺഫെയർ ആയിട്ടുള്ള, നീതിയില്ലാത്ത, അനീതി ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ അൺഹാപ്പി ആയിട്ടും അൺകംഫർട്ടബിൾ ആയിട്ടും കാണപ്പെട്ടത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ 9. വൈ വാസ് മാർത്ത ഷോക്ക്ഡ്? എന്തുകൊണ്ടാണ് മാർത്ത ഞെട്ടിപ്പോയത്? ആൻസർ: മാർത്ത ഡിസേർവ്ഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബൈ മെറിറ്റ്. യോഗ്യത കൊണ്ട് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തക്ക് അർഹതപ്പെട്ടതായിരുന്നു. But when the principal told her that she had to pay $15 to get the jacket, it shocked her. എന്നാൽ പ്രിൻസിപ്പൽ അവളോട് ആ ജാക്കറ്റ് ലഭിക്കാൻ $15 അടയ്ക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ it shocked her.
അത് അവളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. തനിക്ക് അർഹതപ്പെട്ട ജാക്കറ്റിന് താൻ $15 അടക്കണമെന്നുള്ളതായിരുന്നു അവളെ ഞെട്ടിപ്പിച്ച കാര്യം. Question 10. Why was winning the scholarship jacket important to Martha? ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുക എന്നുള്ളത് മാർത്തയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ആൻസർ: The scholarship jacket represented 8 years of Martha's hard work and expectation. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയെ സംബന്ധിച്ചിടത്തോളം അവളുടെ 8 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകളുടെയും ഒരു പ്രതീകമായിരുന്നു. So it was important for her to win it, more than just being a valedictorian. വെറും ഒരു വാലഡിക്ടോറിയൻ സ്റ്റുഡൻ്റ് ആവുക എന്നതിലൊക്കെ ഉപരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുക എന്നുള്ളത്. കാരണം അവളുടെ 8 വർഷത്തെ കഠിനാധ്വാനവും അവളുടെ പ്രതീക്ഷകളുടെയും ഒരു പ്രതീകമായിരുന്നു ആ ജാക്കറ്റ്. Question 11. Why did Martha's grandfather refuse to pay the money? എന്തുകൊണ്ടായിരുന്നു മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പണമടക്കാൻ റെഫ്യൂസ് ചെയ്തത്, നിരസിച്ചത്, കൂട്ടാക്കാതിരുന്നത്? ആൻസർ: Martha's grandfather believed that if she paid for a scholarship jacket, then it would not be a real scholarship jacket. മാർത്തയുടെ ഗ്രാൻഡ് ഫാദർക്ക് അറിയാമായിരുന്നു, അവൾ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പണം നൽകിയാൽ പിന്നീട് അതൊരിക്കലും ഒരു യഥാർത്ഥ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരിക്കില്ല. സോ ഹി റെഫ്യൂസ് ടു പേ ഫോർ ഇറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് പണമടക്കാൻ തയ്യാറായില്ല. ഒരു കർഷകനായിരുന്നെങ്കിലും ആ ഗ്രാൻഡ് ഫാദർക്ക് അറിയാമായിരുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു വസ്തുവല്ല എന്ന്. Question 12. Why was the principal disturbed when Martha's grandfather refused to pay the money? മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ പണമടക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ പ്രിൻസിപ്പൽ ആകെ അസ്വസ്ഥനായി. എന്തുകൊണ്ട്? ആൻസർ: From the grandfather's words, the principal realized his mistake of asking money for a scholarship jacket. ആ ഗ്രാൻഡ് ഫാദറുടെ വാക്കുകളിൽ നിന്ന് പ്രിൻസിപ്പൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പണം ആവശ്യപ്പെടുന്നത് തെറ്റാണ്, താൻ ആ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രിൻസിപ്പൾക്ക് ബോധ്യപ്പെട്ടു. സോ ഹി ബിക്കെയിം ഡിസ്റ്റർബ്ഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആകെ അസ്വസ്ഥനായി. Question 13. Why did the principal change his mind? എന്തുകൊണ്ടാണ് അവസാനം പ്രിൻസിപ്പൽ തന്റെ തീരുമാനം മാറ്റിയത്, തന്റെ മനസ്സ് മാറ്റിയത്? ആൻസർ: The principal knew that Martha was the deserving winner, and he realized the mistake in asking money for such a true award. പ്രിൻസിപ്പൽക്ക് അറിയാമായിരുന്നു മാർത്ത ഒരു യഥാർത്ഥ ഡിസേർവിംഗ് വിന്നർ, അവളാണ് അർഹിക്കുന്ന വിന്നർ, ഈ സ്കോളർഷിപ്പ് നേടേണ്ട യഥാർത്ഥ അവകാശി മാർത്തയാണെന്നുള്ള കാര്യം പ്രിൻസിപ്പൽക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, ആൻഡ് ഹി റിയലൈസ്ഡ് ദ മിസ്റ്റേക്ക് ഇൻ ആസ്കിംഗ് ഫോർ സച്ച് എ ട്രൂ അവാർഡ്. അത്തരത്തിലുള്ള സത്യസന്ധമായ ഒരു അവാർഡിന് വേണ്ടി പണം ചോദിക്കുന്നതിലെ മിസ്റ്റേക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. സോ ഹി ചേഞ്ച്ഡ് ഹിസ് മൈൻഡ് ആൻഡ് ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് ടു ഹെർ. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മനസ്സ് മാറ്റി ആ അവാർഡ് മാർത്തയ്ക്ക് തന്നെ നൽകാൻ തീരുമാനിച്ചത്. Question 14. How did Martha wish to express her joy? മാർത്ത എങ്ങനെയൊക്കെ തൻ്റെ ജോയ്, ആവേശം, സന്തോഷം പ്രകടിപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത്? തനിക്ക് അവാർഡ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ആവേശമുണ്ടായി. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്? ആൻസർ: Martha wished to yell, jump, run the mile and do something to express her joy. അവൾക്ക് ആർപ്പുവിളി കൂട്ടണം, ചാടിക്കളിക്കണം, ഓടണം എന്നൊക്കെ മനസ്സിൽ തോന്നി. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ ഈ ആഹ്ലാദം പ്രകടിപ്പിക്കണമെന്നവൾ ആ നിമിഷം ആഗ്രഹിച്ചുപോയി. Question 15. Who really helped Martha get the scholarship jacket? How?
സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കാൻ മാർത്തയെ ആരാണ് യഥാർത്ഥത്തിൽ സഹായിച്ചത്? ഹൗ, എങ്ങനെ? ആൻസർ: മാർത്താസ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്ഡ് ഹെർ ഗെറ്റ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് ലഭിക്കാൻ അവളെ സഹായിച്ചത് അവളുടെ ഗ്രാൻഡ് ഫാദർ തന്നെയാണ്. എങ്ങനെ എന്ന് വെച്ചാൽ, the grandfather's words that if paid for it, it wouldn't be a scholarship jacket, made the principal think fairly and act justly. പണമടച്ചാൽ പിന്നീട് അതൊരിക്കലും ഒരു യഥാർത്ഥ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരിക്കില്ല എന്ന ഗ്രാൻഡ് ഫാദറുടെ വാക്കുകൾ പ്രിൻസിപ്പലെ തിരുത്തി അദ്ദേഹത്തെ കൊണ്ട് ഫെയർലി, നീതിയുക്തമായി ചിന്തിക്കാനും, ആൻഡ് ആക്ട് ജസ്റ്റ്ലി, നീതിയുക്തമായി പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ചു. അതുവഴിയാണ് മാർത്തക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭ്യമായത്. Question 16. His face looked as happy and innocent as a baby's. But I knew better. What does the expression "but I knew better" suggest here? മാർത്തയുടെ വാക്കുകളാണിത്. മിസ്റ്റർ ഷ്മിത്ത് എന്നുള്ള അധ്യാപകനെ കുറിച്ചാണ് മാർത്ത ഈ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുഖം ഒരു കുട്ടിയുടെ മുഖത്തെ പോലെ ഇന്നസെന്റും ഹാപ്പിയുമായി കാണപ്പെട്ടു. എന്നാൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു എന്നുള്ള ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് മാർത്ത അതുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത്? ആൻസർ: Martha knew that Mr. Smith stood with justice and argued for Martha. മാർത്തക്കറിയാമായിരുന്നു മിസ്റ്റർ സ്മിത്ത് നീതിയോടൊപ്പം നിലകൊണ്ടു, മാർത്തക്ക് വേണ്ടി വാദിച്ചു. മാത്രമല്ല, he was not ready to falsify records. സ്കോളർഷിപ്പ് റെക്കോർഡുകൾ തിരുത്താൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. He was as honest and innocent as a baby. ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കനും സത്യസന്ധനുമായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, and was happy when truth succeeded. അവസാനം സത്യം വിജയിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം ഹാപ്പി, സന്തോഷവാനുമായിരുന്നു എന്ന കാര്യം മാർത്തക്കറിയാമായിരുന്നു. ഇത്രയുമാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. നാം ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട മറ്റ് ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് നാം മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.